ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കിലോ ബീഫിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഈ ബീഫിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 4 വിസിൽ വരെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തെല്ലാം മസാലകൾ ചേർത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അതേപോലെ ആവശ്യത്തിനുള്ള സാൾട്ടും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഇതിനെ മിക്സ് ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിനെ കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 വിസിലിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പം വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവരും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ ഈ വീഡിയോയിലെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് ബീഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 കിലോ ഒണിയനാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 2 ടൊമാറ്റോ, 2 ഫുൾ ഗാർലിക്ക്, അതേപോലെ 6 ഗ്രീൻ ചില്ലി, ഇത്രയാണ് ആവശ്യമുള്ളത്. അതേപോലെ കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കൂടി അരച്ചത് വേണം. ഇനി നമുക്ക് ഈ ഗാർലിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ വെച്ചു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉലുവ ചേർത്തതിന് ശേഷം ഇത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഗാർലിക്കും അതേപോലെ പച്ചമുളക്, ടൊമാറ്റോ ഇവയെല്ലാം കൂടി ഇതിൽ ചേർത്തു. ഇനി ഈ ഗാർലിക്കിൻ്റെ സ്മെല്ല് പുറത്ത് വരുന്നത് വരെ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ടേബിൾ സ്പൂൺ കൂടി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വച്ചിട്ടുള്ള ബീഫ് അതേപോലെ തന്നെ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്തു. അപ്പോൾ അത് ഒന്നുകൂടി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ബീഫ് കൂടി ആഡ് ചെയ്യാം. അപ്പം ബീഫ് നമ്മൾ ചേർത്തു. അപ്പോൾ നമുക്കറിയാം ഈ ബീഫിൽ ഉള്ള ആ വെള്ളത്തോടെ തന്നെയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സാൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി പാകത്തിന് വേണ്ട സാൾട്ടൊക്കെ നമ്മൾ അത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓണിയൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓണിയൻ ചേർത്തു. അതേപോലെ തന്നെ ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല ചേർത്തു. ഇനി ഇതിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അതേപോലെ ഒണിയൻ ഞാൻ പൂർണ്ണമായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ള ഇത് മല്ലിപ്പൊടിയാണ്. ഇനി ഒണിയൻ കുറച്ചായിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ചേർക്കേണ്ടതുണ്ട്. അതേപോലെ ബ്ലാക്ക് പെപ്പർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത് റെഡി ആയി വരുന്നുണ്ട്. അപ്പം ബാക്കി കുറച്ച് ഒണിയൻ കൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ചിക്കൻ മസാല അല്ല മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീറ്റ് മസാല ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി കുറച്ച് ഓണിയൻ കൂടി ഉണ്ട്. ആ ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കണം. അതേപോലെ ബ്ലാക്ക് പെപ്പർ കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ ഓരോരുത്തരുടെ സ്പൈസി അനുസരിച്ചിട്ട് സ്പൈസി കൂട്ടാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഓണിയൻ കൂടി ചേർത്തു. ഇനി ഇതിൽ നമുക്ക് ബ്ലാക്ക് പെപ്പർ കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ വേണ്ടത് വെളിച്ചെണ്ണയും അതേപോലെ മല്ലിയില, കരിവേപ്പില, പുതിന. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു 5 മിനിറ്റ്
അതേ രീതിയിൽ തന്നെ നിന്നാൽ നമ്മുടെ ബീഫ് റെഡിയായി വരും. ഇതാണ് നമ്മുടെ നാടൻ ബീഫ് ഓണിയൻ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും. അതേപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വെക്കാം. അപ്പോൾ മല്ലിയില, കരിവേപ്പില, പുതിന അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് സ്പൈസി കുരുമുളക് ഇനി കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് കൂടുതൽ ചേർക്കാം. കുരുമുളക് ആവശ്യമില്ലാത്തവർക്ക് കുരുമുളക് ചേർക്കാതെ മുളക് പൊടി കൂടുതലായിട്ടും ചേർക്കാം. ഞാനിതിൽ മുളക് പൊടിയും കുരുമുളകും അതേപോലെ മീറ്റ് മസാല എല്ലാം ചേർത്തിട്ടുണ്ട്, പച്ചമുളക്. അപ്പോൾ നല്ല നാടൻ ബീഫ് ഫ്രൈ ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ്.